ഇച്ചായ. കണ്ട അയ്യോ, ഒരു സംഭവം പറയാൻ മറന്നുപോയി. എന്തുവാടി? ഇന്നലെ അപ്പുറത്ത് ഭയങ്കര വഴക്കായിരുന്നു. ആ സത്യപാലൻ സാർ ഉണ്ണിയാർച്ചയും കൂടെ. എന്റെ പൊന്നോ, ആ പെണ്ണുമ്പുളയ്ക്ക് അങ്ങേരെ തീരെ വിലയില്ലാട്ടാ. എന്തൊക്കെയാ പറയുന്നത്? നീ അത് കണ്ടോ? ഞാൻ കണ്ടൊന്നുമില്ല. എങ്ങനെയാ കാണുന്നത്? അവരുടെ വീടിന്റെ അകത്തല്ലേ വഴക്ക് നടക്കുന്നത്, ഞാൻ ഇവിടെ അല്ലേ. പിന്നെ നീ എങ്ങനെ അറിഞ്ഞു? ചാര് പറഞ്ഞു. ചുമ്മാതാണോ ഞാൻ അവളെ പണിക്ക് വിടുന്നത്? അവൾ അവിടെ പോണോണ്ട് എനിക്ക് കംപ്ലീറ്റ് കാര്യം അറിയാം. ഭയങ്കര ബുദ്ധിയായി. ഈ ബുദ്ധി നീ വേറെ ഏതെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ നീ നാരായേനെ. എനിക്ക് ആരും ആവണ്ട, എനിക്ക് ഇങ്ങനെ തന്നെ ഇരുന്നാ മതി. എന്റെ ഇച്ഛായ അവക്കേ പഞ്ചായത്ത് മെമ്പർ ആണെന്നുള്ള ഭയങ്കര അഹങ്കാരവാ. ഇവര് എടുക്കുമ്പോ പറഞ്ഞാണ്, ഞാൻ വലിയ പഞ്ചായത്ത് മെമ്പറാണ്, നിങ്ങളൊരു ഡൂക്കിലി SI അല്ലേ എന്ന്. എന്റെ പൊന്ന ആലീസേ, അന്യരുടെ വീട്ടിലെ ഇങ്ങനത്തെ കാര്യങ്ങളും രഹസ്യങ്ങളും ഒക്കെ അറിയുന്നത് അത്ര അന്തസ്സല്ലടി. അല്ലേലും ഇച്ചായൻ ഇങ്ങനെ എന്നെ പറയുള്ളു. ഇച്ചായൻ അവരുടെ കാര്യം പറയുമ്പം മുഖത്ത് എന്തോരം ഭാവങ്ങളാ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഞാൻ കാണാറുള്ളതല്ലേ. ആ ഇനിയിപ്പോ അത് പറഞ്ഞോ? ഞാനൊരു സാമാന്യ മര്യാദ പറഞ്ഞതാടി. കേക്കുമല്ലോ ഞാൻ. പിന്നെ ആലിസേ, ചാരു ഇവിടുത്തെ ജോലിക്കാരിയാ. അപ്പുറത്തെ വീട്ടിലെ വിശേഷങ്ങൾ അവൾ ഇവിടെ വന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വിശേഷങ്ങളും അവൾ അവിടെ പോയി പറയും. ഒന്നുമില്ല, അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. നീ ഇതും വിശ്വസിച്ചോണ്ടിരുന്നോ കേട്ടാ? പിന്നെ അപ്പുറത്തെ കാര്യങ്ങൾ നീ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ അത് എന്നോട് പറയണ്ട, നിന്റെ മനസ്സിൽ തന്നെ വെച്ചിരുന്നാ മതി. എനിക്കത് അറിയണ്ട, മനസ്സിലായല്ലോ? മേലാൽ അപ്പുറത്തെ വീട്ടിലെ വിശേഷം എന്നോട് പറയരുത്. ചായ കുടിച്ചിട്ട് പോ. ചായ വേണ്ട, വിശേഷം അറിഞ്ഞപ്പോ തന്നെ വയറ് നിറഞ്ഞു. ഓ, വലിയൊരു പുണ്യാള്. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കുടിക്കും. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് ഉണ്ണിയാർച്ച. ഡോക്ടർ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? പോണം. കഴിഞ്ഞ ദിവസം ഡോക്ടർ സിനിമയ്ക്ക് പോയിരുന്നോ? പോയിരുന്നു. ഞാൻ മാത്രമല്ല, ആലിസും ഉണ്ടായിരുന്നു. ഇവക്ക് സിനിമ എന്ന് പറഞ്ഞ പ്രാന്താ. എന്റെ ഒരു ഫ്രണ്ട് സിനിമ കാണാനുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറെ പറ്റി അവളോട് പറഞ്ഞിരുന്നു. ആണോ? ഡോക്ടറെ കണ്ട പാട് അവൾക്കൊരു സംശയം. ഡോക്ടർ ഉണ്ടെന്ന് അവളാ എന്നെ വിളിച്ച് പറഞ്ഞത്. ഡോക്ടർ താടിയാണ് അവൾ അടയാളം വെച്ചത്. അവൾക്ക് താടിയുള്ള ആണുങ്ങളെ വലിയ ഇഷ്ടാ. ഡോക്ടർക്ക് ഈ താടി നന്നായിട്ട് ചേരുന്നുണ്ട്, ഇല്ല അലീസേ? അറിയത്തില്ല. എനിക്ക് താടിയുള്ളവരെ വലിയ ഇഷ്ടാ. ആണുങ്ങളായ താടി വേണം, അതാ ഭംഗി. എന്നാ പിന്നെ സത്യപാലൻ സാറിനെ കൊണ്ട് താടി വെപ്പിച്ചൂടെ? അയ്യോ, സത്യമുണ്ട്, താടിയൊന്നും വെക്കാൻ പറ്റില്ല, പോലീസുകാരനല്ലേ. അല്ല, ഉണ്ണിയാർച്ചക്ക് താടി അത്രക്ക് ഇഷ്ടമാണെങ്കിൽ സാറിനെ കൊണ്ട് ജോലി രാജിപ്പിച്ച് വീട്ടിൽ തന്നെ ഇരുത്ത്. അപ്പൊ പിന്നെ താടി നോക്കി തന്നെ വീട്ടിൽ തന്നെ ഇരിക്കാലോ. അത് കൊള്ളാം അല്ലേ? കുറച്ച് തിരക്കുണ്ടേ, വാ. എന്ത് തിരക്ക്? പിന്നെ വരാം, വാ. ഉണ്ട്, വാ. ചായ കിട്ടാനും നിവർത്തില്ല. ആർച്ചേ, എവിടെ പോയി കിടക്കണം? എന്തിനാ സത്യമായിട്ട് ഇങ്ങനെ ബഹളം വെക്കുന്നേ? എനിക്ക് ചെവി കേൾക്കാലോ. ചെവി കേട്ടാ മാത്രം പോരാ, വിളിച്ച വിളി കേൾക്കണം. നീ ഇതെവിടായിരുന്നു? ഞാൻ മുറ്റം അടിക്കായിരുന്നു. അതിനിടയ്ക്ക് ആ ഡോക്ടറെ കണ്ട് ഒന്ന് രണ്ടും പറഞ്ഞുകൊണ്ട് വന്നു. എന്തോ അത്രയ്ക്ക് ഒന്ന് രണ്ടും പറയാൻ? ഡോക്ടർ താടിയുടെ കാര്യം പറയുകയായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാരെല്ലാം താടി വെച്ചല്ലേ നടക്കുന്നേ. ഏത് ചെറുപ്പക്കാർക്ക്? അല്ല, ചെറുപ്പക്കാര് മാത്രമല്ല, മുതിർന്നവരും. ഇപ്പോഴത്തെ സിനിമാ നടന്മാർക്ക് എല്ലാം ഉണ്ട് താടി. മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, ജയറാം, എല്ലാവർക്കും ഉണ്ട് താടി. അയ്യോ, ഇതാണോ വലിയ കാര്യം? കാര്യമല്ല. സത്യേട്ടൻ ആലോചിച്ചിട്ടുണ്ടോ ഈ ആണുങ്ങളെല്ലാം എന്തുകൊണ്ടാ താടി വെക്കുന്നതെന്ന്? സ്ത്രീകൾക്ക് താടി വെക്കുന്ന ആണുങ്ങളെ വലിയ ഇഷ്ടാ. നിനക്കാ? എനിക്കും താടി വെച്ച ആളുകളെ വലിയ ഇഷ്ടം. സത്യയുടെ പോലീസിലല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സത്യയുടെ കൊണ്ട് താടി വെപ്പിച്ചത്. സത്യയുടെ താടി വളരൂ? അല്ല, ചില ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട് താടി വളരില്ലാന്ന്. അയ്യടാ, നീ എന്നെ താടി വെച്ച് കണ്ടില്ലാത്തോണ്ടാ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്ക് ഇത്രയും താടി ഉണ്ടായിരുന്നു. സത്യേട്ടൻ എന്താ അവിടെ തപസിരിക്കുകയായിരുന്നു? ഇത്രയെന്ന് പറഞ്ഞാ ഇത്രയും ഉണ്ടായിരുന്നു. അന്ന് കോളേജിലെ ഏറ്റവും നല്ല താടി എന്റേതായിരുന്നു. കൂടെ പഠിച്ച പെമ്പിളരൊക്കെ പറയും, സത്യപാലൻ നിങ്ങളുടെ താടി നല്ല സൂപ്പറാണെന്ന്. പിന്നെ പോലീസിൽ പണി കിട്ടി, അത് കഴിഞ്ഞാൽ പിന്നെ താടി വെക്കാൻ പറ്റില്ല, അങ്ങനെ താടി പഠിച്ചു മാറ്റിയ. അതെ സത്യേട്ടാ, ഈ ശബരിമലയ്ക്ക് മാലയിടുന്ന പോലീസുകാർക്ക് താടി വെക്കാൻ പെർമിഷൻ കിട്ടില്ലേ? കിട്ടും. അടുത്ത സീസണിൽ സത്യേട്ടൻ മാല ഇടണം. അപ്പൊ താടി വളർത്താലോ. 41 ദിവസത്തെ വ്രതം ആവുമ്പോ താടി ശരിക്കും വളരും. എനിക്ക് സത്യേട്ടനെ ആ രൂപത്തിലൊന്ന് കാണാമല്ലോ. അതൊന്നും ശരിയാവില്ല. ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഡ്യൂട്ടിക്കിടും. എന്നെ കൊണ്ടാതൊന്നും പറ്റില്ല.
അതെന്താ സത്യേട്ടാ? എനിക്ക് സത്യേട്ടനെ താടി വെച്ച് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ? വല്ലാത്തൊരു ആഗ്രഹമാണ്. ലോകത്ത് ഒരു ഭാര്യയും ഭർത്താവിന്റെ താടി കാണാൻ വേണ്ടി ശബരിമല പോകാൻ മാലയിടാൻ പറഞ്ഞിട്ടുണ്ടാവൂല. എന്നാ പിന്നെ സത്യേട്ടന് 1 മാസം ലീവ് എടുക്ക്, എന്നിട്ട് ഷേവ് ചെയ്യണ്ട. താടി വെക്കാൻ ലീവോ? എനിക്ക് താടി വെക്കുന്ന അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ. എന്റെ ഈ ഒരാഗ്രഹമെങ്കിലും സാധിച്ചതാ സത്യേട്ടാ. നീ ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞേ എന്റെ ജോലി കളയിക്കല്ല. അവിടെ ഒരു താടി. എന്നെ കല്യാണം ആലോചിച്ച് വന്നില്ലേ ഇച്ചാൻ? എന്നെ കല്യാണം കഴിക്കണൊക്കെ ആ സമയത്ത് ഇച്ചാൻ താടി ഉണ്ടായിരുന്നില്ലല്ലേ? ഇച്ചാൻ എന്നെ പെണ്ണ് കാണാൻ വന്ന ദിവസമില്ലേ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു പച്ച കളറിലെ ഷർട്ടും ക്രീം പാൻറ്റൊക്കെ ഇട്ട് മുഖമൊക്കെ ഇങ്ങനെ ഷേവ് ചെയ്ത് നല്ല മിനുസമായിട്ടിരുന്നു അല്ലേ? നല്ല വെളുത്ത് തുടുത്ത് ചുവന്ന് സുന്ദര കുട്ടനായിരുന്നു ഇച്ചായൻ. വെളുത്തിട്ടാണോ ചുവന്നിട്ടാണോ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കും. ഓ, ഇനി അതിൽ കയറി പിടിക്കും. നല്ല തുടുത്ത് സുന്ദരനായിരുന്നു. അതുകൊണ്ടല്ലേ ഒറ്റ നോട്ടത്തിൽ ഞാൻ വീണു പോയത്. ഇച്ചാൻ എന്നെ പെണ്ണുകൊണ്ടങ്ങ് ഇറങ്ങി പോയില്ലേ, അപ്പൊ തൊട്ട് പിന്നെ ഇച്ചായന്റെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ മനസ്സിൽ. ഇപ്പോഴും ഇച്ചായന്റെ ആ പഴയ മുഖം എന്റെ മനസ്സിലിരിക്കുന്നത്. ആ പഴയ ഇച്ചായൻ തന്നെയാണ് ഈ പുതിയ ഇച്ചായൻ അല്ല, ഈ ഇച്ചായന് നല്ല വ്യത്യാസമുണ്ട്. ഈ ഇച്ചായന് നല്ല ഗൗരവം കൂടിയിട്ടുണ്ട്. ആ പിന്നെ ഗൗരവം കാണിക്കണ്ടേ? എടി നമുക്ക് താഴെ ഉള്ളവരുടെ അടുത്തൊക്കെ നമ്മൾ അല്പം ഗൗരവം കാണിച്ചില്ലെങ്കിലേ അവര് നമ്മുടെ തലയിൽ കയറിയിരിക്കും. അത് മാത്രമല്ല ഇച്ചായ, ഗൗരവത്തിന്റെ കൂടെ നല്ല പ്രായവും പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, അപ്പൊ അതിനനുസരിച്ച് പ്രായവും എനിക്ക് ഉണ്ടാവും. ഇപ്പൊ ഉള്ള പ്രായത്തിനേലും കൂടുതൽ പ്രായം ഇച്ചാനെ കണ്ടാ തോന്നുന്നു. എന്റെ പൊന്നുമോളെ ആലിസേ, ഇങ്ങനെ തൊടാനുള്ളതിന് ഇങ്ങനെ കറങ്ങണോ? തനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി ചോദിക്കടി. എന്തുവാ നിന്റെ മനസ്സിലുള്ള എന്താണെന്നേ ഞാൻ പറയട്ടെ. പറ. ഞാനിപ്പൊ താടി എടുക്കണം, അതല്ലോ എന്റെ പൊന്നുമോള് പറയാൻ പോണത്. അയ്യോ, അത് ഇച്ചാനെങ്ങനെ മനസ്സിലായി? എത്ര നാളായിടി ഞാൻ നിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. നീ എന്തുദ്ദേശിക്കുന്നു എന്നുള്ളത് എനിക്ക് അപ്പൊ തന്നെ കിട്ടും. നീ മനസ്സിൽ കാണുന്നത് ഞാൻ മാനത്ത് കാണും. എന്തു? ആ ഉണ്ണിയാർച്ച എന്റെ താടിയെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ ഈ അപകടം മണത്തതാ. നീ ഇത് എന്താ പറയാൻ ലേറ്റ് ആയ നീ ആലോചിച്ചിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ താടി എടുക്കണം അല്ലേ? അവര് പറഞ്ഞോണ്ടൊന്നും അല്ല ഞാൻ എന്തിനാണാവോ നീ പറഞ്ഞത്? എന്റെ മനസ്സിൽ കുറെ നാളായിട്ടുണ്ട് ഇച്ചായനൊന്ന് താടി പഠിച്ച് കാണണമെന്ന്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ 3 വർഷമായില്ലേ ഇച്ചായൻ താടി വെച്ചിട്ട്. കുറച്ചുനാള് താടിയില്ല നടക്ക്. അങ്ങനെയുള്ള വാശിയൊന്നും വേണ്ടടി. ഈ താടി എന്റെ മുഖത്തായിരിക്കുന്നത്, അത് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇച്ചായന്റെ മുഖത്തൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, പക്ഷെ കാണുന്നത് ഞങ്ങളല്ലേ. എന്റെ ഒരു ആഗ്രഹം പറയുമ്പോ അതിനൊരു ഇച്ചിരിയെങ്കിലും വില കൊടുക്കിച്ചായ. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ അതിമോഹമാണടി, അത് നടക്കത്തില്ല. ഞാൻ താടി എടുക്കത്തില്ല. അല്ലല്ലേ എന്റെ വാക്കിനൊരു വിലയില്ലല്ലോ. ഇപ്പൊ അവരെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ അതങ്ങ് കേട്ടേനെ. ഇതിപ്പോ അവര് താടി നല്ലതാണെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇച്ചായൻ ഞാൻ പറഞ്ഞ ആ നിമിഷം തന്നെ താടി എടുത്തേനെ. ഇതിപ്പോ അവര് നല്ലതാണെന്ന് പറഞ്ഞു പോയില്ലേ. എടി, അവരെ ഞാൻ കാണാൻ തുടങ്ങിയത് ഈ ഇടയ്ക്കല്ലേ. ഞാൻ താടി വെച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ താടി എടുക്കുന്ന പ്രശ്നമില്ല. നീ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്ന് ഇവിടെ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഞാൻ കഴിച്ചിട്ട് ഓഫീസിൽ പോകും. ഇപ്പൊ നമുക്ക് വിഷമായോ? അച്ചോടാ, നിനക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയട്ടെ. താടി എടുക്കുന്ന പ്രശ്നമേ ഇല്ല. പവിത്രനായിരുന്നു. ഞാൻ വിചാരിച്ച ചാരുമായിരിക്കും. സാറില്ല ഇവിടെ? ഉണ്ട്, ഹോസ്പിറ്റലിൽ പോവാൻ റെഡി ആവുക. ഇച്ചായ, പവിത്രൻ. മീശയും താടിയൊക്കെ കളഞ്ഞ? അത് കളഞ്ഞ. ആണോ? എന്താ ആരെങ്കിലും പറഞ്ഞാ താടി വെക്കുന്ന കൊള്ളൂലെന്ന്? അതുകൊണ്ടല്ലേ. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ മീശയുടെ ഈ സൈഡ് ഒന്ന് ശരിയാക്കാൻ വേണ്ടി ഈ സൈഡ് ഒന്ന് വെട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ കണക്ക് തെറ്റിപ്പോയി. ശാലം മേലോട്ട് കയറി. അപ്പൊ ഞാൻ പറഞ്ഞ ദിവസം നമ്മൾ സെറ്റ് ആക്കാമല്ലോ നിർത്തി ഇവിടെ വെട്ടി കഴിഞ്ഞപ്പോ ഇവിടുത്തെ കണക്കും തെറ്റിപ്പോയി, കയറിപ്പോയി. അങ്ങനെ വെട്ടിയും കുറിക്കും വന്നപ്പോ അവസാനം മീശ ഇത്രേ ഉള്ളൂ. ഇതും വെച്ചോണ്ട് നാട്ടുകാരുടെ മുന്നോട്ട് ഇറങ്ങാൻ പറ്റുമോ? പിന്നെ മീശ ഞാൻ അങ്ങ് ഷേവ് ചെയ്ത് കളഞ്ഞു. പിന്നെ മീശ ഇല്ലാതെ താടിക്ക് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ? ഫോട്ടോന്ന് വെച്ചു താടിയും കളഞ്ഞു. പക്ഷെ താടി ഇല്ലാത്തതാ നല്ലത് ശരിക്കും. പിന്നെ എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇച്ചായന് താടിയില്ലായിരുന്നു. എന്തൊരു സുന്ദരനായിരുന്നറിയോ കാണാൻ. പിന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് താടി വെക്കാൻ തുടങ്ങി. അത് ഈ മനപ്രയാസമൊക്കെ കേറിട്ടായിരിക്കും. അയ്യോ, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ പ്രാരാബ്ധമായി കുട്ടികളൊക്കെ ആയി കഴിയുമ്പോ ഈ താടി മീശയൊക്കെ ശ്രദ്ധിക്കാൻ സമയം കാണുന്നില്ല. അതുകൊണ്ട് അതിങ്ങനെ വളരട്ടെന്ന് വെക്കും. പക്ഷെ ഇച്ചായന് താടി വെക്കാത്തതല്ലേ നല്ലത്? ഇച്ചാനെ ഞാൻ താടി വെച്ചേ കണ്ടിട്ടുള്ളല്ലോ. പവിത്രൻ ഒന്ന് പറഞ്ഞു നോക്ക് താടി എടുക്കാൻ. ഓ, ഞാനൊന്നും പറയൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അല്ലെന്ന് താടി ഇല്ലാത്തത് താടി
ഏ? എന്താ അല്ല ഞാൻ സാറിനെ കാണാൻ വേണ്ടിട്ട് വന്നായിരുന്നു. എന്തുപറ്റി? ആ സാറ് പറഞ്ഞ ആ കെട്ടിടം ഞാൻ പോയി നോക്കിയായിരുന്നു. ആ അത് വലിയ ഗുണമൊന്നുമില്ല, ഇതുപോലൊക്കെ തന്നെയാണ്. ആണോ? മാത്രമല്ല മുടിഞ്ഞ വാടക അവർ ചോദിക്കുന്നത്. ഓ എന്നാ പിന്നെ അങ്ങ് വിട്ടാരെ. അല്ല സാർ, ആ ആഹാരം എന്തെങ്കിലും എടുത്തു വെക്കും, നീ പോകാൻ സമയം. ആ. എന്നാ ശരി പവിത്ര. ഒന്നില്ല, ഇല്ല ഒന്നില്ല. ഇങ്ങനെ കാര്യം ആലീസ് സാറിനോട് താടി എടുക്കുന്ന കാര്യം വല്ല സംസാരിച്ചായിരുന്നു? ആ എന്റെ സാറ് താടി ഒന്നും എടുക്കില്ല, സാറിന് താടി വെക്കുന്ന നല്ലത്. നമുക്ക് ഭ്രാന്ത്, ഇതുപോലെ ഭ്രാന്ത് എന്തെങ്കിലുമൊക്കെ പറയും, 2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. പവിത്രം ചെല്ലാൻ നോക്കും. ശരി എന്നാ ഇറങ്ങട്ടെ. ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. തിരികെ വേണ്ട, എന്താണ് മുഖം വീർപ്പിച്ചിരിക്കുന്നത്? എന്റെ മുഖം വീർത്തിരുന്നാൽ എന്താ, ഇച്ചാൻ അവളുടെ മുഖം വീർപ്പിക്കാതിരുന്നാ മതി. ആരുടെ? എന്തു അടി രാവിലെ വൃത്തിയോട് പറയല്ലേ. ഒരാൾ താടി വെക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന അയാളുടെ ഇഷ്ടമാണ്. എന്റെ താടി എന്റെ ഇഷ്ടം. അതിന് ഉണ്ണിയാർച്ചയുടെ അഭിപ്രായം ഞാൻ എടുക്കാറില്ല. ഉണ്ണിയാർച്ചയുടെ അഭിപ്രായം എടുക്കണ്ട, എന്റെ അഭിപ്രായം എടുക്കാലോ. ഞാൻ ഇച്ചാന്റെ ഭാര്യയല്ലേ. അലിസ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. നീ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? നീ സാരി കൊടുക്കുമ്പോൾ ഇന്ന സാരി കൊടുക്കണ്ട, ആ സാരി കൊടുക്കുന്ന ഞാൻ പറഞ്ഞോ? ആഭരണങ്ങൾ ഇടുമ്പോഴോ? നീ വള ഇടുമ്പോഴും മാല ഇടുമ്പോഴും കമ്മൽ ഇടുമ്പോഴും ഞാൻ ഒന്നും പറയാറില്ലല്ലോ. അപ്പൊ പിന്നെ നീ എന്റെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുന്ന എന്തിന്? ആരെയായാലും ഭർത്താവായാലും 2 പേർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് വേണം, ശ്വസിക്കാനുള്ള ഒരു സ്പേസ് കിട്ടണം. മനസ്സിലായോ? നാളെ രാവിലെ ഉണ്ണിയാർത്തി വന്നിട്ട് പറയാണ് എന്റെ മുടി നന്നായിട്ടുണ്ടെന്ന്. ഞാൻ എന്ത് മുടി ഷേവ് ചെയ്യണോ? മുടി പോലെ അല്ലല്ലോ താടി. മുടിയും താടിയും ഒന്ന് തന്നെ. നീ വേണമെങ്കിൽ തൊട്ട് നോക്കിയാൽ 2 മുടിയാ. അയ്യേ അയ്യേ, സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുമ്പോ ഊള കോമഡി ആയിട്ട് വരരുതേ. ഇച്ചാൻ ഇപ്പൊ താടി എടുക്കാൻ പറ്റുമോ? താടി എടുക്കാൻ പറ്റില്ല. ഉറപ്പാണേ? ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ തീരുമാനം പറയാം. പറ. ഉം. ഇച്ചായൻ താടി എടുക്കുന്നവരെ ഈ വീട്ടിൽ നിന്ന് ഞാനൊരു ജലപാനം കഴിക്കത്തില്ല. ആണോ? ഒന്നും കഴിക്കത്തില്ല? ആ. നല്ലതാ. നിനക്ക് ഈയിടയ്ക്കായിട്ട് ഇച്ചിരി തടി കൂടിയിട്ടുണ്ട്. 2 ദിവസം പട്ടിണി കിടക്കുമ്പോൾ അങ്ങ് ശരിയായിക്കോളും. 2 ദിവസം അല്ല, ഇച്ചായൻ താടി എടുക്കുന്നവരെ ഞാൻ കഴിക്കത്തില്ല. സത്യം. നല്ലതാ. ഓൾ ദി ബെസ്റ്റ്. ഇച്ചായ, ഇച്ചായൻ ഒരു ധാരണയുണ്ട് ഞാൻ പറഞ്ഞത് വെറുതെ ആണെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. അങ്ങനെ വെറുതെ ഒരു കാര്യവും പറയാൻ പാടില്ല. എല്ലാം കറക്റ്റ് ആയിരിക്കണം. വെൽ ഡൺ മൈ ഗേൾ, വെൽ ഡൺ. പിന്നെ ഭർത്താവ് താടിയെടുക്കാത്തതിന്റെ പേരിൽ പട്ടിണി കിടന്ന് ചാവുന്ന ആദ്യത്തെ ഭാര്യയായിരിക്കും നീ. നീ റെക്കോർഡ് ബുക്കിൽ വരുവടി. പൂക്കുഞ്ഞ് പൂക്കുഞ്ഞ് എപ്പോഴെങ്കിലും താടി വെച്ചിട്ടുണ്ടോ? താടിയാ? ആ താടി താടി വെച്ചിട്ടുണ്ട് സാറേ. എപ്പോ? അത് കല്യാണത്തിന് മുമ്പ്. ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ പിന്നെ നമ്മുടെ ഈ സ്ത്രീകൾക്ക് ഈ താടി ഉള്ളവരാണോ അതോ താടി ഇല്ലാത്തവരെയാണോ ഇഷ്ടം? അത് ചോദിക്കാതിരിക്കും സാറേ. താടിയുള്ള ആണുങ്ങളാണ് സാറേ. അങ്ങനെയല്ലേ എൻ്റെ ആട്ടോയിൽ കയറി അവളെന്നെ പ്രേമിച്ചത്. അന്ന് ഈ കട്ട താടിയായിരുന്നു സാറേ. അവളന്ന് വിമൻസ് സ്കൂളിൽ പഠിക്കുന്ന സാറേ. എൻ്റെ ആട്ടോയിൽ അവൾ കയറുള്ളൂ. അഥവാ അവൾ സ്റ്റാൻഡ് വരുമ്പോൾ എന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ആട്ടോയും ഞാനും വരുന്നിടം വരെ അവൾ കാത്തു നിൽക്കുമായിരുന്നു. ആട്ടോയിൽ കയറി കഴിഞ്ഞാൽ താടിയെ പറ്റി തന്നെ ചർച്ച. അവളെ വാക്ക് കേട്ട് ഞാൻ പിന്നെ താടി വെട്ടിമിനുക്കി സുന്ദര കുട്ടപ്പനായിട്ടാണ് നടന്നത്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ പ്രേമമായി, പ്രേമമൂത്ത് കല്യാണമായി. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ പോലീസിൽ ജോലി കിട്ടി. അവൾ വന്നതിൻ്റെ ഐശ്വര്യമാണെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ അവൾക്ക് ഭയങ്കര വിഷമായിപ്പോയി സാറേ. താടിയില്ലല്ലോ. നമ്മുടെ പോലീസുകാർക്ക് താടി വെക്കാൻ അനുവാദം ഇല്ലല്ലോ. 1 മാസമാണ് സാറേ എണ്ണിക്കൊണ്ട് അവൾ കരഞ്ഞത്. സഹിക്കാൻ പറ്റിയില്ല സാറേ, സഹിക്കാൻ പറ്റിയില്ല. താടിയുള്ള ആണുങ്ങളെയാണ് സാറേ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം. അങ്ങനെ അങ്ങോട്ട് തീർത്ത് പറയാനൊന്നും പറ്റില്ല. താടി ഇല്ലാത്ത ആണുങ്ങളെ ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. ഇഷ്ടമായിരിക്കും, എന്നാലും ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടുന്നത് താടിയുള്ള ആണുങ്ങളെ. അതുകൊണ്ടല്ലേ ഇപ്പോഴത്തെ പയ്യന്മാർ എല്ലാം താടി ആടിച്ച് വെട്ടി ഒതുക്കിയൊക്കെ നടക്കുന്നത്. അല്ല സാറേ, ഈ താടി കേസ് ഇവിടെ എടുത്തിടേണ്ട കാര്യം? ഇല്ല, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് നമ്മൾ അറിയണമല്ലോ. പോലീസായി പോയില്ലേ,
അതുകൊണ്ട് പറയാ. വെറുതെ എന്നെ കരയിപ്പിച്ച്. പൂകുഞ്ഞ് ചെല്ലു. ഓ. എന്നിട്ടേ സ്വർണ്ണലേഖ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയും. ഓ. സാറിനെ സത്യപാല സാർ വിളിക്കുന്നു. ആ ഫയലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫയലിനല്ല പ്രശ്നം. പിന്നെ അതായത് സാർ അങ്ങോട്ട് ചെല്ല്. സ്വർണ്ണലേഖ, ഞാൻ വിളിച്ചതേ ഒരു കാര്യം ചോദിക്കാനാ. ഈ പോലീസ് ആയതുകൊണ്ട് തന്നെ ജനങ്ങളുടെ രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഈ സ്വർണ്ണലേഖ, ഈ താടി വെച്ച ആൾക്കാരെ കുറിച്ച് സ്വർണ്ണലേഖയുടെ അഭിപ്രായം എന്താ? അല്ല, മനസ്സിലായില്ല സാർ. അല്ല, സ്വർണ്ണലേഖ ഇപ്പോൾ താടിയുള്ള ഒരാളെ കണ്ടു, അപ്പോൾ സ്വർണ്ണലേഖയ്ക്ക് എന്ത് തോന്നും? അയാൾക്ക് താടി ഉണ്ടല്ലോ എന്ന് തോന്നും. അതല്ല സ്വർണ്ണലേഖ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഉദാഹരണത്തിന് അതെ, രണ്ടുപേരെ കണ്ടു, ഒരാൾക്ക് താടിയുണ്ട്, ഒരാൾക്ക് താടിയില്ല, അപ്പോൾ സ്വർണ്ണലേഖയ്ക്ക് എന്ത് തോന്നും? ഒരാൾക്ക് താടി ഉണ്ടല്ലോ എന്ന് തോന്നും, ഒരാൾക്ക് താടി ഇല്ലല്ലോ എന്ന് തോന്നും. പിന്നെ സ്വർണ്ണലേഖ, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. സ്വർണ്ണലേഖയ്ക്ക് താടി ഉള്ളവരെയാണോ അതോ താടി ഇല്ലാത്തവരെയാണോ ഇഷ്ടം? അത് പറയും. ഞാൻ പറഞ്ഞല്ലോ സാറേ, താടിയിലല്ല കാര്യം, സ്വഭാവത്തിലാണ്. ഇപ്പൊ തന്നെ സാറിന് താടിയില്ല, എനിക്ക് സാറിന് ഇഷ്ടമാണ്. പക്ഷെ കനകാംബരനും താടിയില്ല, എനിക്ക് അയാളെ ഇഷ്ടമല്ല. അതേപോലെ തന്നെ താടി ഉള്ളവരെയും സ്വഭാവം നല്ലതാണെങ്കിൽ ഇഷ്ടപ്പെടും, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല. ശരി, സ്വർണ്ണലേഖ ചെല്ലു. ഓക്കെ. എന്തെങ്കിലും ഒരു കാര്യം കാര്യഗൗരവമായിട്ട് ചോദിക്കുമ്പോൾ അങ്ങ് സിദ്ധാന്തം മുളമ്പ്. അല്ല കനകാംബരം കുടിച്ച് ബോധമില്ലാതാണ്. എന്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ ഇരുന്ന് വിഷമിക്കാതെ. ഞാൻ നോക്കിയിട്ട് ഡോക്ടറിന്റെ ഭാഗത്ത് ന്യായമുണ്ട്. താടി വെക്കുന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഓഹോ, അപ്പൊ നീ ഇച്ചാന്റെ സൈഡാണല്ലേ? അയ്യോ അതല്ല ചേച്ചി, ഡോക്ടർ എത്ര നിർബന്ധിച്ചാലും താടി എടുക്കൂല. പിന്നെ പട്ടിണി എടുക്കണം എന്ന് പറഞ്ഞ ചേച്ചി എത്രയെന്ന് പറഞ്ഞു പട്ടിണി കിടക്കും? പട്ടിണി കിടക്കുമെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞത്. എനിക്ക് അതിനൊന്നും പറ്റൂല, എനിക്ക് വിശക്കും. എന്നാലും ഞാൻ പട്ടിണി കിടക്കുമെന്ന് പറഞ്ഞപ്പോ ഇച്ചാനത് കേട്ടില്ലല്ലോ. എങ്ങനെ കേൾക്കും? അമ്മാതിരി പുകഴ്ത്തലല്ലേ യക്ഷി അവിടെ നിന്ന് പുകഴ്ത്തിയത്. അത് ശരിയാ ചേച്ചി, അവർക്ക് അഹങ്കാരം ഇച്ചിരി കൂടുതലാ. പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞ് പഞ്ചായത്തിലുള്ള എല്ലാവരുടെയും താടിയെ കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമുണ്ട്? ഒരു കാര്യമില്ല. ചാരു, ശരിക്കും ഇച്ചായന് താടി ഉള്ളതാ നല്ലത്. പക്ഷെ അവരങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇച്ചായൻ ഇന്ന് താടി എടുത്തിരുന്നെങ്കിൽ അത് കാണുമ്പോ അവർക്ക് കാര്യം മനസ്സിലായനെ. അവര് താടി നല്ലാന്ന് പറഞ്ഞു, ഇച്ചായൻ താടി എടുത്തു. അതിന്റെ അർത്ഥം എന്താ? അവര് പറഞ്ഞത് ഇച്ചായൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ? അതല്ലേ കറക്റ്റാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. എന്ത്? ചേച്ചി പറഞ്ഞ എന്തായാലും ഡോക്ടർ താടി എടുക്കൂല, അത് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ അറിയാതെ താടി എടുത്താലോ? അതെങ്ങനെ? അതൊക്കെ വഴിയുണ്ട്. ഇന്ന് രാത്രി ഡോക്ടർ ഉറങ്ങുമ്പോഴേ ആ താടി അങ്ങ് പഠിക്കണം. ഞാൻ രാത്രി താടി പഠിക്കുമ്പോ ഇച്ചാൻ ഉണരൂല്ലേ? ഉണർന്നോട്ടെ, അതല്ലേ ഈ താടിയുടെ പ്രത്യേകത. ദേ ഇത്രയും ഭാഗം മാത്രം പഠിച്ചാൽ മതി, ഒരൊറ്റ സെക്കൻഡിന്റെ കാര്യമേ ഉള്ളൂ. ഡോക്ടർ എഴുന്നേറ്റ് നോക്കുമ്പോ ഇത്രയും ഭാഗത്ത് താടി കാണൂല. അപ്പൊ എന്തായാലും പുറത്തിറങ്ങി നടക്കത്തില്ലല്ലോ ആ താടിയും വെച്ച്. ബാക്കി താടിയും കൂടി ഡോക്ടർ അങ്ങ് പഠിക്കും. ഐഡിയ കൊള്ളാം. പക്ഷെ ഇച്ചാൻ എന്നോട് പിണങ്ങൂല്ലേ ചാരു? എത്ര ദിവസത്തേക്ക്? കൂടി പോയ 1-2 ദിവസം. അത് കഴിയുമ്പോഴത്തേക്ക് ചേച്ചിയുടെ പുറകെ തന്നെ വരും. ചേച്ചിയുടെ ആവശ്യം നടക്കുകയും ചെയ്യും. സാർ, എൻ്റെ പേര് ഗണേശൻ. എന്താ വരാൻ പറഞ്ഞിരുന്നു. ആരെ? ആരെന്നറിയില്ല സാർ, സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചില്ലേ? ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി, വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. സാർ, പിന്നെ ഒരു സ്ത്രീ ശബ്ദമായിരുന്നു. എന്താ പേര് പറഞ്ഞേ? ഗണേശൻ. സാറായിരുന്നോ ഗണേശൻ സാറ്? ഗണേശൻ സാറ്. ഗണേശൻ സാറ്. സാറിന് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാവോ? കാല് തട്ടല്ലേ. ഈ സർക്കാർ സ്കൂളിലെ കോമ്പൗണ്ടുകളിൽ രാത്രിയിൽ ഇരുന്ന് കള്ളു കുടിക്കുന്ന സ്വഭാവം ഉണ്ടോ ഗണേശൻ സാറിന്? ഇല്ല. കള്ളം പറയരുത്. വല്ലപ്പോഴും കുടിക്കും അല്ലേ? വല്ലപ്പോഴും കുടിക്കും. അപ്പോഴേ ഈ പോലീസ് ജീപ്പ് വരുമ്പോ ഇറങ്ങി ഓടും. അല്ല, അതിനെ അപ്പോ കരുതും പോലീസുകാർ ഇത് കണ്ടുപിടിക്കില്ലെന്ന്. അല്ല, ഒരു അബദ്ധം പറ്റിയതാ സാർ. അബദ്ധം പറ്റിയതാ സാറേ. ഷോ പാവം. ഈ കോമ്പൗണ്ടിൽ ഇരുന്ന് കള്ളു കുടിക്കുന്നത് ആണോ ഒരു അബദ്ധം? അതിനൊക്കെ നമ്മുടെ ഇവിടുത്തെ സാറുമാരെ കണ്ടുപിടിക്കണം.
സാറിനെ കണ്ടുപഠിക്കണം. ഓ ഓ ഓ ആ അതായത് കള്ള് വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടില് ഭാര്യയുടെയും കുട്ടിയുടെയും മുന്നിലിരുന്ന് കള്ള് കുടിക്കണം. അതാണ് ഹീറോയിസം. അതാണ് ഇസം. ശരി, ഗണേശൻ സാർ വന്നാട്ടെ. സാർ, ഇത് ഗണേശൻ. മെനഞ്ഞന്ന് രാത്രി സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് പോലീസിനെ കണ്ട് ഓടിയ കൂട്ടത്തിലെ കക്ഷിയാണ്. പക്ഷേ കഷ്ടകാലത്തിന് പുള്ളിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് താഴെ വീണു. അതെടുത്ത് അഡ്രസ്സ് തപ്പി വീട്ടിൽ ചെന്നപ്പോൾ ആള് സ്ഥലത്തില്ല. പിന്നെ വീട്ടുകാരെ നമ്പർ വാങ്ങി വിളിച്ചപ്പോൾ എത്തിയത്. നിന്റെ കൂടെ വേറെ ആരുണ്ടായിരുന്നടാ? ആരും ഇല്ലായിരുന്നു സാർ. നീ ഒറ്റയ്ക്കായിരുന്നോ പിടിച്ച? അതെ സാർ. സാറേ, 4 പേപ്പർ കപ്പ് 2 ജോഡി ചെരുപ്പ് അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ നിന്റെ ആണോടാ? സാർ അത് പിന്നെ ഇതാണോ തെളിവ് സഹിതം കൊണ്ടുവന്നിട്ട് നീ കള്ളം പറയുന്ന? നീ എന്താണ് പോലീസുകാരെ പറ്റി വിചാരിച്ചവർ ഉണ്ണാക്കന്മാരാണെന്നാ? എന്റെ സ്റ്റേഷൻ പരിധിയിൽ വിളച്ചിലെടുത്താണല്ലോ ചവിട്ടി നിന്റെ നട്ടലൊടിക്കും ഞാൻ. നിനക്ക് കള്ളു കുടിക്കാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയടാ? എന്നൊരു കാര്യം ചെയ്യും, വാച്ച് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിന്ന് കുടിക്കുന്നീ. ഇല്ല സാർ. അല്ലേ ഒന്ന് പുറത്തോട്ട് തന്നെ. ഇവനൊക്കെ ചോദ്യം ചെയ്യുമ്പോഴേ സ്ത്രീകൾ നിന്നാൽ ശരിയാവില്ല. ഒന്നേക്ക് പുറത്തോട്ടേക്ക് നീങ്ങില്ല സാർ. നീ എത്ര നാളായി താടി വളർത്താൻ തുടങ്ങിയിട്ട്? സാർ ഈ താടി വെക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായിരുന്നു? കുറച്ച് നാളായി സാർ. ആര് പറഞ്ഞിട്ടാ നീ താടി വെക്കണേ? ഇല്ല, ആരും പറഞ്ഞിട്ടല്ല. ആരും പറഞ്ഞിട്ടല്ല. നീ കല്യാണം കഴിച്ചാണ്? അതെ. ഭാര്യയ്ക്ക് താടി ഇഷ്ടമാണോ? അവൾക്ക് താടി ഇഷ്ടമില്ല സാർ. ഇത് വടിച്ചു കളയാനാ പറയുന്നത്. ഭാര്യയ്ക്ക് ജോലിയുണ്ടോ? ഉണ്ട് സാർ. എന്ത് ജോലി? പോസ്റ്റ് ഓഫീസിൽ. അതെ, നിന്റെ കൂടെ കള്ളു കുടിക്കാൻ എത്ര പേരുണ്ടായിരുന്നു? 3 പേര്. അവർക്ക് താടിയുണ്ടോ? ഒരാൾക്ക് താടിയുണ്ട് സാർ. ആ, അവരുടെ എല്ലാം പേരും അഡ്രസ്സും ഫോൺ നമ്പറും എഴുതി കൊടുത്തിട്ടേ നാളെ രാവിലെ ഒരു 11 മണിയാകുമ്പോൾ ഇവിടെ വരണം. ശരി സാർ. പിന്നെ വരുമ്പോൾ ഈ താടി വടിച്ചിട്ട് വേണം വരാൻ. ഓ ശരി സാർ. സ്വന്തം ഭാര്യ പറഞ്ഞിട്ട് താടിയും പഠിക്കാതെ നടക്കണവൻ. പഠിക്കാം സാർ. നിന്റെ കൂട്ടത്തിലൊരുത്തിന് താടി ഉണ്ടെന്ന് പറയില്ലേ? അതെ. അവനോട് താടി പഠിച്ചിട്ട് വന്നാൽ മതി എന്ന് പറ. അവൻ്റെ ഭാര്യയ്ക്ക് താടി ഇഷ്ടമാണ് സാർ. പക്ഷെ എനിക്കിഷ്ടമല്ല താടി. താടി പഠിച്ചിട്ടേ വരാവൂ. ശരി സാർ. ആ ചെല്ല്. ശരി. ആ, കുറെ താടിക്കാരന്മാർ ഇറങ്ങിക്കണം. ഇച്ചായ ഇതെന്തേ നോക്കുന്ന? ഈ മീനുകൾ ഇങ്ങനെ നടന്ന് കളിക്കണം, എത്ര കണ്ടാലും മതിയാവില്ല അല്ലേ? എന്തോ അച്ചായത്? ഈ താടിയായിരുന്നല്ലോ നിന്റെ പ്രശ്നം. അത് പോയപ്പോ സമാധാനമായില്ലേ? താടി അന്തം വിട്ട് നോക്കണേ. നീ താടി എടുക്കാൻ പറഞ്ഞു, ഞാൻ എടുത്തു. കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ. ഇച്ചായൻ താടി എടുക്കുമെന്ന് ഞാൻ കരുതിയേ ഇല്ല. എന്റെ പൊന്നു മോൾ ഒരാഗ്രഹം പറഞ്ഞ ഇച്ചാൻ സാധിപ്പിച്ച് തരത്തില്ലേ? എന്നാലും ഒരെന്നാലും ഇല്ല. എന്റെ താടി കാരണം എന്റെ കൊച്ചിന്റെ മനസ്സമാധാനം പോണ്ട. സങ്കടായോ? എന്തിന്? താടിയല്ലേടി, ഇനിയും വളരും. വേണമെങ്കിൽ വളർത്താം, അല്ലെങ്കിൽ എടുക്കാം. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. പറ. ഐ ലവ് യു. ഐ ലവ് യു.